ഇപ്പോൾ ഇവിടെ ഒരു മീമുണ്ട്. ഷോ ഹാദ മീം വഹാദ മീം. നഹ്നു നദ്റുസു അലാമാത്തുൽ വഖഫ് വ ഇസ്തിലാഹാത്തുൽ ലബ്ത്. ഹാദ മീം വഹാദ മീം. ഷോ ശക്ലുഹുമാ ഹാദ മീം വഹാദ മീം ലാക്കിൻ ശക്ലുഹുമാ മുഖ്തലിഫാനി. ഓക്കെ, മുഖ്തലിഫാനി. ഹാദൽ മീം തുഫീദു അൽ വഖഫ്. ഇവിടെ ഇങ്ങനത്തെ മീം കണ്ട വെക്കണം എന്നതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള മീം കണ്ടാലോ ഹാദ മീം കൽബുൻ നൂനി അസാക്കിന അവി തൻവീൻ. തൻവീനിനെയോ സുക്കൂനായ നൂനിനെയോ മറിച്ച് ഓതുന്നതിൻ്റെ പേരാണ് ഇഖ്ലാബ്. എങ്ങനെ? മീമൻ. എന്താണ് മറിച്ചിട്ടാക്കേണ്ടത്? മീമാക്കണം. അതായത് സുക്കൂനിൻ്റെ നൂനിനെ അപ്പോൾ ഇവിടെ മിം ബാദി എന്നുള്ളിടത്തുള്ള ഈ സുക്കൂനിൻ്റെ ഇതാണ്. ഇവിടെ മിൻ എന്നുണ്ടായി, ഇവിടെ സുക്കൂൻ ഉണ്ടായിരുന്നു. ആ സുക്കൂനിനെ എന്താക്കി? മീമാക്കി മറിച്ചിട്ട് മണിച്ചോദനം. അല്ലെങ്കിൽ തൻവീൻ ഉണ്ടാവും. അതായത് ആയാത്തിം, ഇവിടെ 2 തൻവീൻ ഉണ്ടായിരുന്നു. അതിൽ ഒരു തൻവീനെ മീമാക്കി. അതുപോലെ ഷഹീദം എന്നുള്ളിടത്ത് 2 തൻവീൻ ഉണ്ടായിരുന്നു. ഒരു തൻവീനിനെ മീമാക്കി. അങ്ങനെ മറച്ചു മണിച്ച് ഓതുക. അതാണ് ഇഖ്ലാബിൻ്റെ പേര്. മീമൻ മുഖ്ഫാത്തൻ മറച്ചുകൊണ്ട്. എന്ത മുലാഖാത്തിഹിമ തൻവീനും അതുപോലെ നൂന സുക്കൂനായ നൂനും ഈ ബാവിനെ ബാവുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അവയെ രണ്ടിനെയും മീമാക്കി മറിച്ച് മണിച്ച് ഓതുക. ഏത് രൂപത്തിൽ എന്നുള്ളതാണ് ഇനി നമ്മളെ ചോദ്യം. ഉദാഹരണത്തിന് ഈ സൂറത്ത് അബസ ഇങ്ങോട്ട് നോക്കാം. ഫഅംബത്നാ ഫീഹാ ഹബ്ബ. ഇവിടെ ഒരു നൂനുണ്ടായിരുന്നു. കാനഹൈന ഫി നൂന് വക്കാന ഫൗകഹു സുക്കൂൻ കല്ലബിനാഹ. അതിനെ നമ്മൾ മീമാക്കി മറിച്ച് ആ സുക്കൂനിനെ മീമാക്കി മറിച്ച് മണിച്ചോതുക. ഫഅംബത്നാ ഫീഹാ ഹബ്ബ. ഇനി ഇങ്ങോട്ട് സൂറത്ത് യാസീൻ. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു. അതാ ഖത ലാസിം അൻ തവഖഫ്. ഇപ്പം ഇവിടെ നോക്കുക, കണ്ടോ ഈ മീമിൻ്റെ രൂപം കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് അങ്ങനെയാണ് യാസീൻ ഓതുക. ഫലാ യഹ്സുൻക ഖൗലുഹും, അവിടെ ലാസിമായിട്ട് വഖഫ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനെ വഖഫ് ചെയ്തു. ഫലാ യഹ്സുൻക ഖൗലുഹും. 2 മീമിൻ്റെയും വ്യത്യാസത്തെക്കുറിച്ച് പറയാം.